പൊതുവെ വളരെ ആരോഗ്യകരമായ ഭക്ഷണമായി കണക്കാക്കുന്നവയാണ് പരിപ്പ് പയറുവർഗ്ഗങ്ങൾ. അതിനാൽ തന്നെ ദിവസവും ഇവയെല്ലാം ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നവരും ഏറെയാണ്. ഒന്നാമതായി ഇതെല്ലാം തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. ഇതാണ് മിക്കവരും ഇത് പതിവായി പാകം ചെയ്യുന്നതിനുള്ള പ്രധാന കാരണവും. എളുപ്പത്തിൽ തയ്യാറാക്കാം എന്ന സൗകര്യത്തിനൊപ്പം തന്നെ ആരോഗ്യകരമാണല്ലോ എന്ന ചിന്ത കൂടിയാവുമ്പോൾ സംഗതി ഉഷാറാണ്. എന്നാൽ പരിപ്പും പയറുവർഗ്ഗങ്ങളും കഴിക്കുമ്പോൾ ഗ്യാസ് വരുന്നത് പലരെയും അലട്ടുന്ന വലിയൊരു പ്രശ്നമാണ്. ഈ പ്രശ്നം നിരന്തരം നേരിടുന്നവർ ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് ദഹന പ്രശ്നങ്ങൾ ഉള്ളവർക്ക് പതിവായി ഇത് കഴിക്കുന്നത് തലവേദനയായി മാറിയിട്ടുണ്ട്. പരിപ്പും പയറുവർഗ്ഗങ്ങളെല്ലാം കഴിക്കുമ്പോൾ ഇത് ഗ്യാസ് ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതൊരു സത്യമായ കാര്യം തന്നെയാണ്. 2-3 കാര്യങ്ങളാണ് ഇത് കഴിക്കുമ്പോൾ ഗ്യാസ് ഉണ്ടാവുന്നതിന് പിന്നിലുള്ളത്. ഒന്നാമത്തെ കാര്യം ഇത്തരം വിഭവങ്ങളിൽ കാണപ്പെടുന്ന കോംപ്ലക്സ് കാർബുകളാണ്. ഒലിഗോസാക്കറൈഡ്സ് എന്ന് വിളിക്കുന്ന ഈ കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് ദഹിക്കുന്ന ഒന്നല്ല. ഏറെ പ്രയാസപ്പെട്ട് വയറ്റിനകത്തെ ബാക്ടീരിയകൾ ഇവയെ വിഘടിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇതിന്റെ ഭാഗമായാണ് ഗ്യാസ് ഉണ്ടാകുന്നത്. അതായത് ബാക്ടീരിയകൾ ഇതിനെ വിഘടിപ്പിക്കാൻ എടുക്കുന്ന സമയം. 2, പരിപ്പും പയറുവർഗ്ഗങ്ങളെല്ലാം ഫൈബറിനാൽ തന്നെ സമൃദ്ധമാണ്. ഫൈബർ നമുക്ക് ആവശ്യം വേണ്ടുന്ന ഘടകമാണെങ്കിലും ഫൈബർ അധികമാകുന്നത് ഗ്യാസിലേക്ക് നയിക്കും. മൂന്നാമതായി ഇത്തരം ഭക്ഷണങ്ങളിൽ കാണുന്ന ലെക്റ്റിൻ എന്ന പ്രോട്ടീനും ഗ്യാസ് ഉണ്ടാക്കാൻ കാരണമാകാറുണ്ട്. ലെക്റ്റിൻ കാർബോഹൈഡ്രേറ്റുമായി സംയോജിച്ച് ഇത് പിന്നീട് ദഹിക്കാൻ പ്രയാസമാകുകയാണ് ചെയ്യുന്നത്. എന്തായാലും പരിപ്പ് പയറുവർഗ്ഗങ്ങൾ ഗ്യാസ് ഉണ്ടാകുന്നത് തടയാൻ ചില കാര്യങ്ങൾ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. ഒന്നാമതായി ഇത് മിതമായി കഴിക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. അതായത് കഴിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. രണ്ടാമതായി പറയുന്ന ടിപ്പ് ചിലർക്കൊക്കെ പ്രയോജനപ്രദമാകും, ചിലരത് ചെയ്യുന്ന കാര്യവുമായിരിക്കും. പരിപ്പും പയറുവർഗ്ഗങ്ങളും പ്രത്യേകിച്ച് വൻപയർ നല്ലതുപോലെ വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പാകം ചെയ്ത് കഴിക്കുക. സാമ്പാറിൽ ഇടുന്ന പരിപ്പാണെങ്കിലും കുതിർത്ത് വെക്കുന്നത് വളരെ വിരളമായി മാത്രമാണ്. ഇത് ഗ്യാസ് ഉണ്ടാക്കുന്നത് കുറയ്ക്കും. അതായത് കുതിർത്ത് വെച്ച് കഴിച്ചാൽ ഗ്യാസ് കുറയുമെന്ന് സാരം, കുതിർത്തില്ലെങ്കിൽ ഗ്യാസ് കൂടുമെന്ന് സാരം. കുതിർത്തെടുക്കുമ്പോൾ ഇവയിലുള്ള ഒലിഗോസാക്കറൈഡ്സ് കുറയും. മൂന്നാമതായി ചെയ്യാവുന്നത് നമ്മുടെ ദഹനത്തിന് ആക്കം കൂട്ടുന്ന സ്പൈസസുകൾ ഉപയോഗിക്കുക എന്നാണ്. ഹെർബുകൾ എന്നിവയുടെ അകമ്പടിയോടെ പയറുവർഗ്ഗങ്ങൾ പാകം ചെയ്തെടുക്കുക നല്ലതാണ്. ഇഞ്ചി, ജീരകം, വെളുത്തുള്ളി എല്ലാം ചേർക്കുന്നത് വളരെ നല്ലതാണ്. പ്രോട്ടീൻ, ഫൈബർ, ഫോളേറ്റ്, ആന്റി ഓക്സിഡന്റ്സ് എന്നിങ്ങനെ നമുക്ക് ആവശ്യം വേണ്ടുന്ന ഘടകങ്ങളുടെ കലവറയാണ് പയറുവർഗ്ഗങ്ങൾ. അതുകൊണ്ട് തന്നെ ഇത് ഡയറ്റിൽ നിന്ന് ഗ്യാസ് പേടിച്ച് ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല. കൃത്യമായി ക്രമീകരിച്ച് ഇത് ദിവസവും കഴിക്കാം. ഗ്യാസ് കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റ് ഭക്ഷണങ്ങൾ കൂടി ഡയറ്റിൽ ഉൾപ്പെടുത്തി ബുദ്ധിപൂർവ്വം ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കണം.